ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ചപ്പാത്തി റെസിപ്പി കണ്ടാലോ. നല്ല ഈസിയാണേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓനിയനും ടൊമാറ്റോസൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാവേ. പിന്നെ ഞാൻ എടുക്കുന്നത് യെല്ലോ ബെൽ പെപ്പറും പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ബെൽ പെപ്പറുമാണ്. എൻ്റെ അടുത്ത് അത് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ക്രഞ്ചി ആയിരിക്കും, നല്ല കളർഫുള്ളും ആയിരിക്കും. പിന്നെ ഞാൻ ചെറിയൊരു സ്പൈസിന് വേണ്ടിയിട്ട് ഒരു ചില്ലി എടുക്കുന്നുണ്ട്. ഒറ്റൊന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം. ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഒലീവ് ഓയിൽ സ്പ്രേ ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഒലീവ് ഓയിൽ കുറച്ച് ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ ഒലീവ് ഓയിൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓനിയൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആദ്യം തന്നെ കുറച്ച് സോൾട്ടും കൂടി ഇടുമ്പം പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം നമുക്ക് നമ്മളെ തക്കാളിയും അതുപോലെ തന്നെ നമ്മളെ ചില്ലിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം നമുക്ക് മസാലാസൊക്കെ ഇടാം. ടർമറിക് പൗഡർ ഇടുന്നുണ്ട്, കൊറിയാണ്ടർ പൗഡർ ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് ചില്ലി പൗഡറും കൂടി ഇടുന്നുണ്ട്. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഗരം മസാലയും കൂടി ഇടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഒരു ഗ്രേവി പരുവത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് എഗ്ഗ് എടുക്കാം. ഞാനിവിടെ 3 എഗ്ഗാണ് എടുക്കുന്നത്. അപ്പോൾ 3 എഗ്ഗ് പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് ലെഫ്റ്റ് ഓവർ ചപ്പാത്തി ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ 2 ചപ്പാത്തി ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ സ്ലൈസ് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ലൊരു നൂഡിൽസ് പരുവത്തിലാണ്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പ് നോക്കിയാൽ ഇങ്ങനെ ആക്കിയെടുക്കാം. നമുക്ക് ആ ഗ്രേവിയിലേക്ക് നമ്മൾ ഈ നൂഡിൽസ് ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. ക്യാപ്സിക്കം നന്നായിട്ട് വഴറ്റണമെന്നില്ല, ആ ഒരു ക്രഞ്ചിനെസ്സാണ് ടേസ്റ്റ് വരിക. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവേ. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാത്തിനോടും ഇത് ട്രൈ ചെയ്യാം. ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് ട്രൈ ചെയ്യാം. ഹൈ പ്രോട്ടീനുമാണ്, ഫൈബർ റിച്ചുമാണ്, എല്ലാ വെജിറ്റബിൾസും അടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ നല്ലൊരു ബാലൻസ് മീലാണ്. ഈ ഹൈ പ്രോട്ടീൻ മീലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രസ്റ്റ് മീ, ദിസ് ഇസ് സോ ഗുഡ്. അപ്പോൾ എന്താ ഗൈസ്, ബൈ.